നാളെ ഇന്ന് വകത് കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തുന്ന എന്താ ഉറപ്പുള്ളത്? എന്താ ഉറപ്പുള്ളത്? എന്താ ഉറപ്പുള്ളത്? സഹോദരങ്ങളെ, ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് ഈ മാസം മെയ് മാസം 6-ാം തീയതിയാണ് ഞാൻ ജോർദാനിൽ പോകുന്നത്. 4-ാം തീയതി മലപ്പുറം ജില്ലയിലെ ഈ റമദാന് മുമ്പുള്ള അവസാനത്തെ പ്രഭാഷണം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്ത് മാമ്പുഴയിൽ പ്രഭാഷണം നടത്തുകയാണ്. ആ സമയത്ത് മലപ്പുറം ജില്ലയിൽ അവസാനത്തെ പ്രഭാഷണം ഏതാണ്ട് 1.25 ലക്ഷത്തിലധികം ആളുകൾ തടിച്ചുകൂടിയ സദസ്സ്. ഒരാൾക്ക് പോലും ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് സഹോദരങ്ങളെ ഞാൻ വഹദ് പറഞ്ഞു ഈ സംഭവം ഓതിയിട്ട് ഇന്ന് റമദാന് മുമ്പുള്ള അവസാനത്തെ വഹദ. ഈ വഹദ കേട്ടിട്ട് ആരാ വീട്ടിൽ തിരിച്ചു പോകുന്നതെന്ന് ആർക്കാ ഉറപ്പുള്ളത്? ഇന്ന് മയ്യത്തായിട്ടല്ലാതെ വീട്ടിലെത്തുമെന്ന് ആർക്കാ ഉറപ്പുള്ളത്? ഈ വഹദ കേട്ട് ജനങ്ങൾ മുഴുവനും ഒന്നടങ്കം പൊട്ടിക്കരയുമ്പോ സംഘാടകർ ഓടി വന്നിട്ട് മൈക്കിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ആംബുലൻസിന്റെ ഡ്രൈവറോട് എത്രയും പെട്ടെന്ന് വരാൻ പറയണം. ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആ ഭാഗത്തെ വകുപ്പ് അങ്ങനെയാ. ആൾക്കൂട്ടം കൊണ്ട് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് കുഴഞ്ഞു വീഴുന്നവരുണ്ട്. ആംബുലൻസ് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ബൈക്കിലൂടെ ഞാൻ വിളിച്ചു പറഞ്ഞു ആംബുലൻസിന്റെ ഡ്രൈവർ എത്തണം. അയാൾക്ക് നടന്നു വരാ 10 മിനിറ്റ് എടുക്കേണ്ടി വന്നു. ഒരു മനുഷ്യൻ കുഴഞ്ഞു വീണു. അയാളെ താങ്ങിയെടുത്ത് ആംബുലൻസിലെടുത്തിട്ട് ആംബുലൻസ് ചീറിപ്പാഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ സംഘാടകർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വഹദ് കേട്ട് കുഴഞ്ഞു വീണ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. 10 മിനിറ്റ് ഞാൻ മരണത്തെക്കുറിച്ച് വഹദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ സ്ത്രീകളിരിക്കുന്ന ഭാഗത്തുകൂടി ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ആ സമയത്ത് 2 പിഞ്ചു മക്കൾ സ്റ്റേജിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നുണ്ട്. ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് വഹദ് കേൾക്കാൻ വന്നടാ. ഞങ്ങളുടെ ഉപ്പയെവിടെ? ഞങ്ങളുടെ ഉപ്പയെവിടെ? ഒരു 10-12 വയസ്സുള്ള 2 ആൺകുട്ടികൾ കിടന്ന് കരയുന്നുണ്ട്. ആ മക്കളെ പിടിച്ച് സ്റ്റേജിന്റെ മുമ്പിൽ എത്തിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ വെള്ള പേപ്പർ എഴുതി തന്നു, ഉസ്താദെ കരിവാരക്കുണ്ട് സ്വദേശി മൊയ്തീൻ എന്ന മനുഷ്യനാണ് മരിച്ചത്. ഞാൻ മൈക്കിലൂടെ ഇത് വിളിച്ചു പറയേണ്ട താമസം. വഹദ് കേൾക്കുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നൊരു സ്ത്രീ ബോധരഹിതയായി താഴെ വീണു. പിന്നീടാണ് അറിഞ്ഞത് ആരെന്നറിയോ? ആ മനുഷ്യന്റെ ഭാര്യയാണ് കേട്ടിട്ട് തളർന്നു വീണത്. സ്വന്തം ഭർത്താവിന്റെ കൈ പിടിച്ച് വഹദ് കേൾക്കാൻ വേണ്ടി വന്ന ഭാര്യ അറിഞ്ഞില്ല. ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുമ്പോ ആ ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസ് തന്റെ ഭർത്താവ് കുഴഞ്ഞു വീണ് മരിച്ചു കിടക്കുന്നുണ്ടെന്ന് അടുത്തിരുന്ന് വഹദ് കേട്ട ഭാര്യ പോലും അറിഞ്ഞില്ല. എന്തേ ചെറുപ്പക്കാരെ ചിന്തിക്കുന്നില്ല? എന്തേ കൽവിലോട്ട് കയറുന്നില്ല? ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരല്ലേ?